ബ്രീച്ചസ് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സ്പീക്കർക്ക് അത് പ്രിവിലേജ് കമ്മിറ്റി നടപടിയെടുക്കാൻ വേണ്ടി കൊടുക്കാം. പാർലമെൻറ്റ് ഇതേപ്പറ്റി ചർച്ചയാകാം, അല്ലെങ്കിൽ പ്രിവിലേജ് കമ്മിറ്റി നോക്കാനായിട്ട് വിടും സ്പീക്കർ. പ്രിവിലേജ് കമ്മിറ്റി റിപ്പോർട്ട് സ്പീക്കർക്ക് ലഭിക്കും. പ്രിവിലേജ് കമ്മിറ്റിയിൽ 15 അംഗങ്ങളുണ്ട്. ആ പാർലമെൻറ്റിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം അനുസരിച്ച് ആ കമ്മിറ്റി അംഗത്വം കൊടുക്കും. ഭൂരിപക്ഷമുള്ള ഭരണകക്ഷിയുടെ ആൾക്കാർ കൂടുതലുണ്ടാവും. കോൺഗ്രസ്സിന് 100ഓളം അടുത്ത സീറ്റുള്ളത് കൊണ്ട് അവരുടെ ആൾക്കാരുണ്ടാവും. മറ്റു ചില പ്രാദേശിക പാർട്ടികൾ അവരവരുടെ പ്രാതിനിധ്യം അനുസരിച്ച് 15 അംഗ കമ്മിറ്റിയാണ് പ്രിവിലേജ് കമ്മിറ്റി സ്പീക്കറുടെ. അല്ലെങ്കിൽ ലോകസഭയിൽ, രാജ്യസഭയിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. 10 പേരാണ് പ്രിവിലേജ് കമ്മിറ്റിയിൽ. ഇദ്ദേഹം ലോകസഭാ അംഗമായതുകൊണ്ട് ലോകസഭയിൽ തന്നെയായിരിക്കും പ്രിവിലേജ് കമ്മിറ്റിയുടെ ഹിയറിംഗ് നടക്കുക. അവരെ ഹിയറിംഗ് നടത്തിയ ശേഷം, അന്വേഷണം നടത്തിയ ശേഷം പ്രതിയായിട്ടുള്ളവരെ അവിടെ സമൻസ് കൊടുക്കും. അതിന് റിപ്പോർട്ട് ഒരാഴ്ച വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ആണ് വിധിയെങ്കിൽ ജയിലിൽ, തീഹാർ ജയിലിൽ പോകേണ്ടി വരും.